ഞാനിന്ന് കാണിക്കാൻ പോകുന്നേ ഇതിനെ കുറിച്ചിട്ടാണ്. ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതാണ് പാറ്റേൺ പേപ്പർ. മെയിൻ ആയിട്ടും ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പോൾ ഡയറക്റ്റ് കോട്ടണിലേക്ക് വെട്ടിയാൽ പോരെന്ന്. ചില പാറ്റേൺസ് എല്ലാം നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ല എങ്കിൽ മാനിപ്പുലേഷൻ ചെയ്യേണ്ടി വരും. ആ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ വേസ്റ്റേജ് വന്നേക്കാം. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? പാറ്റേൺ പേപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ വേറൊരു ഉപകാരം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഇത് നമ്മളെ പാറ്റേൺസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമറിന്റെ മെഷർമെന്റ് മാറുന്നവരെ നമുക്ക് ഈ പാറ്റേൺസ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ്, കട്ട് ചെയ്യുന്ന സമയം ലാഭിക്കാൻ പറ്റും. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് എന്തിൽ ചെയ്യണം? പാറ്റേൺ പേപ്പറിൽ ചെയ്യണം. അപ്പം ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ റേറ്റ് 10 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ബൾക്കായിട്ട് വാങ്ങുമ്പോൾ ഇതിന്റെ റേറ്റ് ഇനിയും കുറഞ്ഞേക്കാം. അപ്പോൾ ഇനി നിങ്ങൾ കട്ട് ചെയ്യാൻ നേരത്തെ എന്ത് ഉപയോഗിക്കണം? പാറ്റേൺ പേപ്പർ ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ലാഭം, നിങ്ങളുടെ സമയം ലാഭം, ആൻഡ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.